മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുമ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അമേരിക്ക നടത്തുന്നത്. ഇറാനെതിരായ സൈനിക നടപടിക്ക് യുഎസിന് ചെലവായത് ഏകദേശം $2,500 കോടി. ഇറാനിൽ ബോംബിടാൻ മാത്രമാണ് ഇത്രയധികം പണം ചിലവഴിച്ചതെന്നതാണ് സൂചന. ബോംബുകൾ, ആധുനിക ആയുധങ്ങൾ, സൈനിക ഓപ്പറേഷനുകൾ, ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങൾക്കാണ് ഈ വൻ തുക ചിലവായിരിക്കുന്നത്. US കോൺഗ്രസിലെ സുപ്രധാന വിവരങ്ങൾ, അതായത് സായുധ സേനയാണ് സായുധ സേനാ സമിതിയുടെ തെളിവെടുപ്പിലാണ് ഇത്തരത്തിൽ പെന്റഗൺ ഉദ്യോഗസ്ഥർ ഈ കണക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനെതിരെ യുദ്ധകളത്തിൽ US അതിശയിപ്പിക്കുന്ന സൈനിക വിജയം നേടിയെന്നും 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതിരോധ വകുപ്പിന് $1.5 ട്രില്യൺ ബഡ്ജറ്റ് അനിവാര്യമാണ് എന്നും ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. പ്രതിരോധ ബഡ്ജറ്റ്, ഇറാൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകാനാണ് ഹെക്സത്ത് ആകട്ടെ കമ്മിറ്റിക്ക് മുൻപാകെ തന്നെ ഹാജരായത്. അതേസമയം അറബിക്കടലിൽ അതീവ നാടകീയമായ നീക്കങ്ങളാണ് ഇതോടൊപ്പം തന്നെ നടക്കുന്നത്. ഇറാനിലേക്കാണ് എന്ന് സംശയിച്ചുകൊണ്ട് ഒരു ചരക്ക് കപ്പലാകട്ടെ US സേന തടയുകയും മറൈനുകൾ കപ്പലിൽ കയറി തന്നെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ഒടുവിൽ കപ്പലാകട്ടെ ഇറാനിലേക്കല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് വീണ്ടും അവിടെ നിന്നും കപ്പലിന് യാത്ര തുടരാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതോടുകൂടി തന്നെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 39 കപ്പലുകൾ US സേന അവിടെ വഴിതിരിച്ചു വിട്ടതായി തന്നെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്ത് വൻ സൈനിക ചിലവും എന്നാൽ മറുവശത്ത് കടലിലൂടെ തന്നെ കടുത്ത നിരീക്ഷണവുമാണ് USന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് വീണ്ടും അപകടകരമായ വഴിത്തിരിവിലേക്കാണ് എത്തുന്നത്. ഇനിയും വലിയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുമ്പോൾ ലോകം ഒന്നടങ്കം തന്നെ ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ്. അതേസമയം തകർച്ചയുടെ വക്കിലാണ് എന്നും ഹോർമുസ് തുറന്നു നൽകണമെന്നും ഇറാൻ US-നോട് അപേക്ഷിച്ചതായി തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ടെഹ്റാൻ അവിടെ നേതൃദാരിദ്ര്യം അനുഭവിക്കുന്നുവെന്നും അത് മാത്രമല്ല ഹോർമുസ് തുറക്കണമെന്നും ഏതു മാർഗത്തിലൂടെയാണ് ഇറാൻ ഇവിടെ ആവശ്യപ്പെട്ടതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. തകർച്ചയുടെ വക്കിലാണ് എന്നും ഇപ്പോൾ ഇറാൻ ഞങ്ങളെ അറിയിക്കുകയാണ് ചെയ്തതെന്നും എത്രയും വേഗം തന്നെ ഹോർമുസ് കടലെടുക്ക് തുറന്നു നൽകണമെന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ നേതൃപ്രശ്നവും അനുഭവിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ പ്രധാന കപ്പലുകളിൽ ഒന്നായ ഹോർമുസ്, അതായത് കപ്പൽ പാതകളിൽ ഒന്നായ ഹോർമുസ് കടലെടുക്ക് അവിടെ ആഴ്ചകളായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഹോർമുസ് വഴി ഇറാന്റെ തുറമുഖങ്ങളിലേക്കും അവിടെ തിരിച്ചുമുള്ള ചരക്കു നീക്കം തടയുവാനും ടെഹ്റാനെ സാമ്പത്തികമായി തന്നെ സമ്മർദ്ദത്തിലാക്കുവാനുമാണ് US ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.